എല്ലാവർക്കും ബിജോസ് ബ്ലോഗ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്ങമല പഞ്ചായത്തിലെ ശാസ്താനട എന്ന സ്ഥലത്താണ്. ഇതൊരു സെറ്റിൽമെൻറ്റ് ഏരിയയാണ്. ഏറ്റവും കൂടുതൽ ഈ ആനയുടെ ആക്രമണത്തിൽ ആൾക്കാർ മരിക്കുന്ന സ്ഥലം ഈ രണ്ട് സ്ഥലങ്ങളാണ്. ഒന്ന് ഈ ശാസ്താനട, ഒന്ന് ബോണക്കാട്. ഈ രണ്ട് സ്ഥലങ്ങളിലാണ് ആനയുടെ ആക്രമണത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ആൾക്കാർ ഒരുപാട് പേര് മരിച്ചിട്ടുള്ളത്. എന്നാലും ആൾക്കാർ താമസമുണ്ട് ഇവിടെ. ഇപ്പോൾ ഈ റോഡൊക്കെ കോൺക്രീറ്റ് ഒക്കെ ഇട്ട് കുറച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ റോഡ് പോണത് താഴ്ന്ന പ്രദേശം വഴിയാണ്. അപ്പോൾ ആന ഇറങ്ങാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു റോഡുമാണ്. കാര്യം ഈ നല്ല തണുത്ത പ്രദേശമാണ്, ഈ വെള്ളം ഒഴുക്കൊക്കെ ഉള്ള സ്ഥലമാണിത്. ഈ റോഡിൻ്റെ പശ്ചാത്തലം അതാണ്. അതിനെക്കൊണ്ടാണ് ആനയുടെ ആക്രമണം ഈ റോഡിൽ പോകുമ്പോൾ തന്നെ കൂടുതലുള്ളതെന്നാണ് തോന്നുന്നത്. പിന്നെ അല്ലാത്ത മൃഗങ്ങളും ഉണ്ട്. കരടി, കടുവ, പന്നി, കുരങ്ങ്, ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. പണ്ടൊക്കെ പറ്റുമായിരുന്നായിരിക്കും, പക്ഷെ ഇപ്പം ഒന്നും പറ്റൂലെന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ ചെറിയൊരു ചെക്ക് പോസ്റ്റും ഉണ്ട്. ഈ ചെക്ക് പോസ്റ്റിൽ നമ്മളെ അഡ്രസ്സും പേരും വണ്ടി നമ്പരൊക്കെ എഴുതി കൊടുത്തിട്ട് വേണം ഇവിടെ നിന്ന് പോവാൻ. പിന്നെ പൈസയൊന്നും കൊടുക്കണ്ട. പോയി അവിടെ നിന്നൊരു 8 കിലോമീറ്റർ 9 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ വലിയ കാഴ്ചകളൊന്നുമില്ല, എങ്കിൽ ഈ വനത്തിനകത്തുള്ള ഒരു യാത്ര അത്രയേ ഉള്ളൂ. പിന്നെ അവിടുത്തെ കുറച്ച് ആൾക്കാരൊക്കെ കണ്ട് അവരെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ്, പിന്നെ അവിടെ ഒരു ഹോം സ്റ്റേ, 1-2 ഹോം സ്റ്റേകളൊക്കെ ഉണ്ട്. അത് സ്വകാര്യ വ്യക്തികൾക്കുള്ളതാണ്. അത് നമ്മൾ ഈ പോണ വഴിക്ക് തന്നെ അവരെ കടയുണ്ട്, അവിടെ പറഞ്ഞു വേണം റൂമൊക്കെ എടുക്കാൻ, അവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ. അവിടെ സുരക്ഷിതത്വമൊക്കെ ഉണ്ട്. മൊത്തം സോളാർ വേലിയൊക്കെ ഇട്ട് മൃഗങ്ങളൊന്നും ആക്രമിക്കാത്ത രീതിയിലാണ് ചെയ്തേക്കുന്നത്. കണ്ട് കുഴപ്പമില്ല. പിന്നെ അവിടെ പോയി താമസിക്കേണ്ട ഒരു സാഹചര്യവും ഇല്ല. അങ്ങനെയുള്ള കാഴ്ചകളൊന്നും ഇല്ല. പിന്നെ കുറച്ച് ആൾക്കാരുണ്ട്. ഉപജീവനമൊക്കെ വളരെ പാടാണ് അതുങ്ങളെ. കാര്യം ഇവിടെ വേറെ ജോലിയൊന്നുമില്ല, കൃഷിയും ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യം ഇപ്പം ഇല്ല. പിന്നെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇവിടെ ജീവിക്കണം എന്ന് മാത്രമാണ് നമ്മളുള്ള ആൾക്കാർ പലരും പറഞ്ഞത്. ഇവിടുത്തെ പ്രധാന കാഴ്ച എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ആൾത്തറയുണ്ട്, ഒരു സ്കൂളുണ്ട്, ഒരു കമ്മ്യൂണിറ്റി ഹാളുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ സ്കൂള് പണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം ആ സ്കൂൾ പ്രവർത്തിക്കുന്നില്ല. 4ാം ക്ലാസ് വരെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും ഇവിടുത്തെ കുട്ടികളൊക്കെ മടത്തറയാണ് പഠിക്കാൻ പോകണമെന്ന് പറയുന്നത്. കാര്യം ഈ സ്കൂളിലെ കുട്ടികളൊക്കെ അങ്ങോട്ട് മാറ്റി. അതായത് ഇവിടുത്തെ പഞ്ചായത്ത് കൂടെ പറഞ്ഞ് ഈ സ്കൂളിനെ അടപ്പിച്ച് ഇപ്പം അവിടെ കുറേ മാനേജ്മെൻറ്റ് സ്കൂളുകളുണ്ട്, അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് കുട്ടികളെയൊക്കെ. പിന്നെ ഒരു ബസ്സുണ്ട്, ദിവസം 2 ട്രിപ്പാണുള്ളത്. അതാണ് ഇവിടെ ആൾക്കാർക്ക് ഏക ബലിയായിട്ടുള്ള ആശ്രയം. വേറെ മാർഗങ്ങളൊന്നുമില്ലാതെ ജീവിക്കണ കുറേ ആൾക്കാർ, കുറേ പാവങ്ങളും. പിന്നെ 1-2 പേരെ സംസാരം ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം.
തോനെയുണ്ടല്ലോ. അത് തോനെയുണ്ടല്ലോ. അത് തോനെയുണ്ടല്ലോ, ആളൊന്നും ഇല്ലല്ലോ. ഇല്ലല്ലേ. ആനശല്യമുള്ള ഏറ്റവും കൂടുതൽ ഇവിടെയാണ്. ഇവിടെ എല്ലാ തരത്തിലും ഇവിടെ ഇറങ്ങും. മൊത്തം ഉണ്ടേ. ഇവിടെ മൊത്തം ആന ഇറങ്ങും. എല്ലാ തരത്തിലും ഇറങ്ങും. പുള്ളേക്കോട്ടാണെങ്കിൽ ആള് താമസമില്ല. എവിടെയാണ്? അവിടെ പുള്ളേക്കോട്. അതെവിടെയാണ് പിള്ളേക്കോട്? അങ്ങത്തടത്ത് എങ്ങനെ പോകണം. അവിടെ എപ്പോഴും ആനയാണല്ലേ? അവിടെ ഇപ്പൊ പകലും ആനയുണ്ട്. അവിടെ കുറെ ചതപ്പ് മാപ്പിളമാരൊക്കെ ഇല്ലായിരുന്നു. മാപ്പിളമാർക്കും ഉണ്ടായിരുന്നു, അല്ലാത്തവർക്കും ഉണ്ട്, എല്ലാം ഉണ്ട്. അതൊക്കെ അവര് എല്ലാം പോയി, വാടാക്കിയൊക്കെ പോയി കിടക്കുകയാണ്. പേരോട് നടന്നിട്ട് ഈ ആനശല്യം കാരണം. ആനശല്യം കാരണം ഇവിടെ ഇറക്കണമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മക്കൊക്കെ ആണെങ്കിൽ 10-30 സെന്റ് ഉള്ള നമുക്ക് ഇറങ്ങാം. ഇപ്പോൾ 10 ഏക്കറും 5 ഏക്കറും ഒക്കെ ഉള്ളവര് ഇത്രയും പൈസക്ക് ഇറങ്ങും. അങ്ങനെയുള്ളൊരിത് ഇപ്പൊ പിന്നെ പഞ്ചായത്തിൽ ഒന്നും ചെയ്യാനും പറ്റാത്ത അവസ്ഥയല്ലേ. ശരിയാണ്. പെരയിടങ്ങളിൽ വെക്കൂല, ഈ പെരയിടങ്ങളിൽ നിൽക്കുന്ന തടി അതുകൊണ്ടെങ്കിലും വെക്കൂല, ഒന്നും വെക്കൂല. ഒരു തരത്തിലും ജീവിക്കാൻ ഒക്കൂല. റബ്ബറൊക്കെ മുറിക്കാൻ, റബ്ബറെല്ലാം മുറിച്ച് ആൾക്കാർ ഒരുപാട് റബ്ബർ കൊടുത്ത് ഇറക്കിൻ്റെ ഇതായോണ്ടേ ഏക്കർ കണക്കിന് ഉള്ളത് മൊത്തം കൊടുത്ത്. ഇപ്പൊ സംഭവം എന്ന് പറഞ്ഞാൽ അത് മുറിച്ച് കൊടുത്തപ്പോൾ ഇറക്കും അറിഞ്ഞില്ല, ഇപ്പൊ നടാനും പറ്റാത്ത സ്ഥിതി. ഈ കുരങ്ങ് ശല്യം ഉണ്ടോ അവിടെ? ഭയങ്കര കുരങ്ങ് ശല്യം. പന്നിയുണ്ട്, ആനയുണ്ട്, പുലിയുണ്ട്, കടുവയുണ്ട്, എല്ലാ സാധനവും ഈ വനത്തിനകത്തുണ്ട്. പുലിശല്യം എന്ന് പറഞ്ഞാൽ ഒരു പട്ടിയെ പോലും ഒരേ വീട്ടുകളിൽ വളർത്താക്കൂല. അനങ്ങാതെ അത് വന്ന് പന്നിയത് കൊണ്ടുപോകും. അതിന് ഇവിടെയൊക്കെ ഉള്ള പട്ടികളെ പെരയ്ക്ക് അകത്താണ് ഇടുന്നത്. രാത്രി വന്ന് കൊണ്ടുപോകും. രാത്രി ഇത് വെളിയിൽ കിടന്നു കഴിഞ്ഞാൽ അതിനെ കൊണ്ടുപോകും. തുടലിട്ട് കെട്ടിയിട്ടിരുന്നാൽ പോലും കൊണ്ടുപോകും. ഇപ്പോഴാണ് ഈ ശല്യം, നമ്മളെ കൊച്ചുനാളിലൊന്നും ഇപ്പൊ ഈ ഇടക്കാലം കൊണ്ടാണ് ഈ ശല്യം മൊത്തം. കാരണം ഇപ്പൊ വെടിവെക്കാൻ നമ്മളില്ല. വെടിവെപ്പില്ല. പണ്ടുള്ളവര് നല്ല രീതിയിൽ വെടിവെക്കും. പിന്നെ ആനയും വരില്ല, പോത്തും വരില്ല, നമുക്ക് ഒറ്റയ്ക്ക് നടക്കുകയും ചെയ്യായിരുന്നു. ഇപ്പൊ അതൊന്നും നോക്കില്ല, ഒന്നും വയ്യാത്ത സ്ഥിതിയാണ്. എന്തൊരു ചെയ്യും? ഈ കൈപ്പറ്റിയിൽ ഇങ്ങനെ ഇവിടുത്തെ ആളാ സീത. എവിടത്തെ സീത? അതാണ്ട ഇതാണ്ട് ഒരു ഒട്ടിച്ചിരിക്കുന്നു. ഇലക്ഷൻ എന്നത് ഗീത അത് ഇവിടെ ഉള്ളതാ. അത് വെഞ്ഞാറമൂട്. വെഞ്ഞാറോട്ടുള്ളവരൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിന്റെ ഇത് അതാണ്, ഇതിന്റെ ഇതാണ്. അത് ബ്ലോക്കിലാ. പിന്നെ അല്ലാതെ ഒരു കണ്ണാടി ഇട്ടുകൊണ്ട് ഒരാൾ തോണ്ടായിരുന്നു, അയാളും. പിന്നെ ഇവിടെ ആര് ജയിച്ചത് കൈപ്പത്തി തന്നെ. കൈപ്പത്തിക്കാൻ ഇവിടെ ആള് കൂടുതൽ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഒരു വോട്ട് 3 വോട്ടില്ലേ? അതും ശരിയാണ്. ഇത് അറിയാൻ വയ്യാത്തവരും ഉണ്ട്, അറിയത്തക്കവരും ഉണ്ട്. അവരെ അതിലെങ്കിലുമൊക്കെ കുത്തും. ഇവിടെ വെച്ചായിരുന്ന ഇലക്ഷൻ? അല്ലല്ല, നമ്മക്ക് മടത്തറ സ്കൂളില് ജയിച്ചു. ആചാര മോനാണ് മടത്തറത്തെ ആചാര. അരുൺ ഞാൻ ഇവിടെ അല്ലല്ല, ആ ബ്ലോക്കിൽ എന്തരാ അതാണ്, ജില്ലയിലാണല്ലേ. അങ്ങനെയുണ്ട്. ഇവര് 3 സ്ഥാനാർത്ഥി 3 സ്ഥലമാണ്. ബ്ലോക്കില്, പഞ്ചായത്തില് എല്ലാം. സർക്കാരിന്റെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടൂലേ? എന്തൊരു ആനുകൂല്യം സർക്കാരിന്? അല്ല, നിങ്ങൾക്ക് ഇവിടെ ഈ വനത്തിൽ താമസിക്കുന്നത് അങ്ങനെ നമ്മക്കൊന്നും അങ്ങനെയൊന്നും ഒരു ആനുകൂല്യം കിട്ടുന്നില്ല. പിന്നെ ഈ പെരേടവും പതവും ഒക്കെ ഉണ്ട്, പട്ടയവും ഒക്കെ ഉള്ളവർക്ക് 2000 3000 ഒക്കെ 4-5 മാസം ആകുമ്പോൾ ഉണ്ട് മോദിയുടെ പൈസ. അതും ഇപ്പൊ നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ആനുകൂല്യങ്ങളൊന്നുമില്ല. അമ്മക്ക് ഈ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ മുളകാ പാക്ക ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ടൊന്ന് കൊടുത്താൽ മതി. പിന്നെ അല്ലെങ്കിൽ ജോലിക്ക് പോകണം, ജോലി നാട്ടിൻപുറത്ത് പോകണം. നമ്മൾ ജോലിക്ക് പോകണം. ഇവിടെ നിന്ന് വട്ടവിളയിൽ ഉഴുവാറ ഇങ്ങനെയുള്ള കുടിയേളി പണിയുണ്ടെങ്കിൽ പോവും. അല്ല ഇവിടെയൊന്നും ഇപ്പോൾ ഒരു പണിയില്ല, നിലം കൃഷി ഇല്ലാത്തതുകൊണ്ടേ ഇവിടെയൊന്നും ഒരു പണിയില്ല. ഇപ്പൊ ഈ മൃഗങ്ങളെ ശല്യം കാരണം അങ്ങനെ ഒരു വഴിക്ക് നിൽക്കും, നമ്മളൊരു വഴിക്ക് ജീവിക്കണ്ടേ. ഈ രാവിലത്തെ അവിടെ ഉള്ളപ്പോൾ കുറെ കാള ഭവന ഉണ്ടായിരുന്നു. ഞാൻ 2 പ്രാവശ്യം അവിടെ